ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ജഗനിയന്താവായ പടച്ച തമ്പുരാൻ്റെ കരുണാകടാക്ഷങ്ങൾ നിങ്ങളിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹ്റൈൻ മീഡിയ സിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന അഹ്ലൻ റമളാൻ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ റമളാൻ ആശംസകൾ നേരുന്നു. റമളാൻ എന്ന് പറയുമ്പോൾ ആ പദത്തിന് അർത്ഥം കരിച്ചു കളയുന്നത് എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകലമാന പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും കരിച്ചു കളഞ്ഞുകൊണ്ട് അവൻ്റെ ജീവിതത്തെ സ്ഫുടം ചെയ്തെടുക്കുവാനുള്ള ഒരു അസുലഭ മുഹൂർത്തമാണ് വിശുദ്ധ റമളാൻ. വിശുദ്ധ റമളാനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യർക്ക്, ആകമാനമുള്ള മനുഷ്യർക്ക് സന്മാർഗമായിക്കൊണ്ട് അഥവാ സത്യാസത്യ വിവേചനങ്ങൾ വേർതിരിച്ചറിയുവാനുള്ള മാനദണ്ഡമായി വിശുദ്ധ വേദം ഇറങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വാർഷികമാണ് റമളാനിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ നമ്മളോട് പറയുന്നു, ഷെഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. ജനങ്ങൾക്ക് മാർഗദർശനമായിട്ട് പടച്ച തമ്പുരാൻ ഈ വിശുദ്ധ വേദം ഇറക്കിയ മാസമാണ് റമളാൻ, അല്ലെങ്കിൽ റമളാനിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. അതുകൊണ്ട് തന്നെ അതിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധം അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, മൊത്തം മാനവിക സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധാർമികതയും അക്രമവും അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത പല സംഗതികളുമാണ് നമുക്ക് ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സ് മരവിച്ചു പോകുന്ന സാഹചര്യം പല വാർത്തകളും കേൾക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഏതൊരു മനുഷ്യൻ്റെയും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത മക്കളെക്കുറിച്ച്, അതുപോലെ തന്നെ മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത മാതാപിതാക്കളെക്കുറിച്ച്, പരസ്പരം കൊല ചെയ്യുന്ന രക്ഷിതാക്കൾ, അത് മക്കളെ കൊല ചെയ്യുന്ന രക്ഷിതാക്കളെ കൊല ചെയ്യുന്ന മക്കൾ, ഇങ്ങനെ നിത്യേന വന്നുകൊണ്ടിരിക്കുന്ന, അടുത്ത കാലത്തായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ വളരെയധികം മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഈ സന്ദർഭത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തിന്മകൾ അല്ലെങ്കിൽ ഇത്തരം സംഗതികൾ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ മൗനം അവലംബിക്കുക എന്നുള്ളത് ഭൂഷണമല്ല. കാരണം തിന്മകൾ അരങ്ങ് തകർക്കുമ്പോൾ മൗനം പാലിക്കുന്നവൻ ഊമയായ പിശാച് എന്നാണ് മഹാനായ തിരുമേനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കറിയാം, മദ്യവും മയക്കുമരുന്ന് പോലുള്ള ധാരാളം പ്രതിസന്ധികൾ നമ്മളെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയും അത് അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ബോധവൽക്കരണവും അതുപോലെ തന്നെ അവരെ സംസ്കരിച്ചെടുക്കുവാനുമുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന്, ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും കൂട്ടായി ഉണ്ടാവേണ്ട ഒരു സന്ദർഭം കൂടിയാണ്, അല്ലെങ്കിൽ കൂട്ടായി ഉണ്ടാവേണ്ടതുണ്ട്. ഓരോ മനുഷ്യൻ്റെ മനസ്സിലും കുറ്റബോധ മനോഭാവമുണ്ട്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സ്, അവൻ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും കഠിനഹൃദയനല്ല എങ്കിൽ അവൻ്റെ മനസ്സ് വേദനിക്കും, അല്ലെങ്കിൽ മനസ്സിലൊരു അസ്വസ്ഥത അനുഭവപ്പെടുക സ്വാഭാവികമാണ്. ഇത് പറയുമ്പോൾ അടുത്തിടെയായിട്ട് എൻ്റെ സുഹൃത്ത് അയച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേത കേന്ദ്രമായ തട്ടേക്കാട് പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിൽ ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ വരികയും അദ്ദേഹം അവിടെ വന്നുകൊണ്ട് അതിനെക്കുറിച്ച് പഠനം നടത്തണമെന്ന ആഗ്രഹത്തോടു കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാമറയും അതുപോലെ തന്നെ അതിനുള്ള സംവിധാനങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവന്ന ഗൈഡ് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഈ പക്ഷി സങ്കേത കേന്ദ്രത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഉടക്കിയ ഒരു ബോർഡുണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഇവിടെ ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു എന്ന ബോർഡായിരുന്നു. അത് അദ്ദേഹം വിശ്വാസിയല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത്
അത് വല്ലാതെ ഒരു പ്രയാസം സൃഷ്ടിക്കുകയും ആ പ്രയാസം കണ്ട ഗൈഡ് അദ്ദേഹം അവിടെ ഏതോ അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ട് ഈ ശാസ്ത്രജ്ഞനോട് വന്ന് പറയുന്നുണ്ട്, സാറ് കാര്യമാക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാം, അതുപോലെ വീഡിയോ എടുക്കാം, നിങ്ങൾ അകത്തേക്ക് ക്യാമറയും കൊണ്ട് വന്നോളൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇല്ല, ഞാൻ എൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമുക്കുള്ള നിയമങ്ങളും അതുപോലെ തന്നെ സംവിധാനങ്ങളുമൊക്കെ മറികടന്നുകൊണ്ട്, പല രൂപത്തിലും മറികടന്നുകൊണ്ട് അതിനെ നമ്മുടെ കാര്യം നേടുക എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് മനുഷ്യൻ മാറുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ ആ മനസ്സാക്ഷിക്കുത്ത് അദ്ദേഹം ചെയ്യുന്നത് ഒരു തെറ്റാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശുദ്ധ റമദാനിൽ ധാരാളം ഉദാരത, അതുപോലെ തന്നെ പാവങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ റമദാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് തൻ്റെ വിശപ്പ് രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരേക്കും അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ തൻ്റെ സഹജീവികളോടുകൂടി കരുണ കാണിക്കുവാനും അതുപോലെ തന്നെ അവരോടുള്ള പട്ടിണി കിടക്കുന്നവരോടുള്ള മനോഭാവവും അതുപോലെ തന്നെ ഒരു ഐക്യദാർഢ്യവും കൂടി ഇതിലൂടെ വ്യക്തമാവുന്നുണ്ട്. നമുക്കറിയാം, സ്വന്തമായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത് കിടക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെയോ മനസ്സിലാക്കാതെ താൻ ആരാധനയിലും അതുപോലെ തന്നെ മറ്റ് കർമ്മങ്ങളിലും വ്യാപൃതനായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ ദൈവപ്രീതിയും അവർക്ക് ലഭിക്കുകയില്ല. മാത്രമല്ല, നമുക്കറിയാം, മഹാനായ കവിയുടെ ഒരു ശകലങ്ങളാണ് ഓർമ്മ വരുന്നത്. അടുത്തു നിൽപ്പോ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന, വിഷമിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, അരികുവൽക്കരിക്കപ്പെട്ട ആളുകളെക്കുറിച്ച് ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ സമയം കണ്ടെത്തുകയോ അതിന് താല്പര്യം കാണിക്കുകയോ ചെയ്യാതെ ഏകാഗ്രതയിലൂടെ ദൈവത്തിൻ്റെ സാമീപ്യം നേടാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. അതിൽ യാതൊരുവിധ പ്രതിഫലവും അവന് ലഭിക്കുകയില്ല. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ കൂടുതൽ പുണ്യങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ പുണ്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ദൈവത്തിൻ്റെ പ്രീതി കാക്ഷിക്കേണ്ടതും പ്രീതിയിലേക്ക് അടുക്കേണ്ടതും. അതിനായിരിക്കട്ടെ നമ്മുടെ പരിശ്രമങ്ങൾ. അതിനുള്ള അവസരമായിട്ട് ഈ റമദാൻ മാറട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ റമദാൻ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.